സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഡിസംബർ 10 ഏത് ദിവസമായിട്ട് ആചരിക്കുന്നു? ഡിസംബർ 10 ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10 ഡിഗ്രി ചാനൽ ആണ്. 10 ഡിഗ്രി ചാനൽ. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്? ഭിലായ് സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് റഷ്യയുടെ സഹായത്തോടെയാണ്. റഷ്യ. അഹാഡ്സ് ഏത് പ്രദേശത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? അഹാഡ്സ് അട്ടപ്പാടിയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് അഹാഡ്സ്. പദ്ധതിയുടെ പേര് അഹാഡ്സ്. ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി ഏതാണ്? ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി ഋഗ്വേദമാണ്. ഋഗ്വേദം. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖ. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകളാണ് ഐസോഹൈഡ്സ്. എന്താണ്? ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകളാണ് ഐസോഹൈഡ്സ്. നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക്. നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ 130 തവണയാണ്. മിനിറ്റിൽ 130 തവണ. ഇന്ദുപ്പ് എന്നറിയപ്പെടുന്നത്. ഇന്ദുപ്പ്. പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് ഇന്ദുപ്പ് എന്ന് അറിയപ്പെടുന്നത്. പൊട്ടാസ്യം ക്ലോറൈഡ്. വിറ്റാമിൻ B2വിന്റെ രാസനാമം എന്താണ്? വിറ്റാമിൻ B2വിന്റെ രാസനാമമാണ് റൈബോഫ്ലാവിൻ. വിറ്റാമിൻ B2വിന്റെ രാസനാമം റൈബോഫ്ലാവിൻ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ഗ്രാമസഭ. നിയമസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? നിയമസഭ പിരിച്ചുവിടാനായിട്ട് അധികാരമുള്ളത് ആർക്കാണ്? ഗവർണർക്കാണ്. ഗവർണർ. കൊച്ചി ബിനാലെ സ്ഥാപിച്ചത് ബോസ് കൃഷ്ണമാചാരിയാണ്. കൊച്ചി ബിനാലെ സ്ഥാപിച്ചത്. മീനമാത രോഗം ഉണ്ടാകുന്നത് അന്തരീക്ഷത്തിൽ ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? മീനമാത രോഗം ഉണ്ടാകുന്നത് അന്തരീക്ഷത്തിൽ ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? മെർക്കുറിയുടെ മലിനീകരണം മൂലമാണ്. മെർക്കുറി. കുതിരയുടെ ക്രോമസോം സംഖ്യ എത്രയാണ്? കുതിരയുടെ ക്രോമസോം സംഖ്യ 64 ആണ്. 64. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആര്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. PT ഉഷ. അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേര്. അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്നത് വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇ. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഏത് ധാതുവിന്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത് കാൽഷ്യത്തിന്റെ കുറവ് മൂലമാണ്. കാൽഷ്യം. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏതാണ്? ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് കലോറി. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ അമിനോ ആസിഡുകളുടെ എണ്ണം 20 ആണ്. 20. നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് ഏത്? നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് HDL ആണ്. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ് നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? LDL ആണ്. ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളത് അറബിക്കടലാണ്. അറബിക്കടൽ. ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ്. ഇന്റർനാഷണൽ ഡേ ഓഫ് ഗേൾ ചൈൽഡ് ആയിട്ട് ആചരിക്കുന്നത്
ഒക്ടോബർ 11 ഒക്ടോബർ 11. സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏത്? സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്. ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത് ആര്? ശൈവ പ്രകാശിക സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യ. 20 പരിപാടികൾ ആവിഷ്കരിച്ച രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. 20 പരിപാടികൾ ആവിഷ്കരിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായി അംഗീകരിച്ച വർഷം. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ചത് 2001 2001. ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചരിവിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചരിവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫോൺ. വാഹനങ്ങളുടെ വേഗമളക്കുന്ന ഉപകരണം. വാഹനങ്ങളുടെ വേഗമളക്കുന്നത് സ്പീഡോമീറ്റർ. വാഹനങ്ങളുടെ വേഗമളക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ. അന്നജമുള്ള ഭക്ഷണ വസ്തുവിൽ അയോഡിൻ ചേർത്ത് ലഭിക്കുന്ന നിറം ഏതാണ്? അന്നജമുള്ള ഭക്ഷണ വസ്തുവിൽ അയോഡിൻ ചേർത്ത് ലഭിക്കുന്നത് ഇരുണ്ട നീല നിറമാണ്. ഇരുണ്ട നീല നിറം. കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? 742 സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. 742. കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്ന പ്രവർത്തനം. കൊഴുപ്പിനെ ചെറു കണികകളാക്കുന്ന പ്രവർത്തനമാണ് എമൽസിഫിക്കേഷൻ എന്നറിയപ്പെടുന്നത്. എമൽസിഫിക്കേഷൻ. ദിഗ്ബോയിൽ എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ച വർഷം. ദിഗ്ബോയിലെ എണ്ണ ശുദ്ധീകരണശാല ആരംഭിച്ചത് ഏത് വർഷമാണ്? 1901 1901. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ എത്ര ഭാഷകളാണ് അംഗീകരിച്ചിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂളിൽ 22 ഭാഷകളാണുള്ളത്. എത്രാമത്തെ ഷെഡ്യൂളാണ് എന്നതുകൊണ്ട് നോട്ട് ചെയ്യുക. എത്രാമത്തേതാണ്? 8ാമത്തെ ഷെഡ്യൂളിൽ എത്ര ഭാഷകളാണ്? 22 ഭാഷകളാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ അനുവദനീയമായ ഏറ്റവും കൂടിയ ഇടവേള എത്രയാണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടിയ ഇടവേളയാണ് 6 മാസം. പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. പദവി നാമങ്ങൾ, ടൈറ്റിൽസ് നിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 18 ആർട്ടിക്കിൾ 18. ധാതുമിയാന്റെ നേതൃത്വത്തിൽ നടന്ന കലാപം. ധാതുമിയാന്റെ നേതൃത്വത്തിൽ നടന്ന കലാപം ഫറൈസി കലാപമാണ്. ഫറൈസി കലാപം ആരുടെ നേതൃത്വത്തിലാണോ? ധാതുമിയാൻ. ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതുമേഖല. ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതുമേഖല ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ചാൽക്കോജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? ചാൽക്കോജൻ കുടുംബം എന്നറിയപ്പെടുന്നത് ഗ്രൂപ്പ് 16 ആണ്. ഗ്രൂപ്പ് 16. ഹാലജൻ കുടുംബം എന്നറിയപ്പെടുന്നതോ? ഹാലജൻ കുടുംബം ഗ്രൂപ്പ് 17 ആണ്. ചാൽക്കോജൻ കുടുംബം 16, ഹാലജൻ കുടുംബം 17. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2 എണ്ണമാണ്. സുൽത്താൻ ബത്തേരിയും മാനന്തവാടി. മൈദ മാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ. മൈദ മാവിൽ അടങ്ങിയിരിക്കുന്നത് ഗ്ലൂട്ടൻ ആണ്. ഗ്ലൂട്ടൻ. ദക്ഷിണേന്ത്യയിലെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിലെ അരിക്കിണ്ണം കൃഷ്ണ ഗോദാവരിയിൽ ഡെൽറ്റയാണ് ദക്ഷിണേന്ത്യയിൽ അരിക്കിണ്ണം എന്ന് അറിയപ്പെടുന്നത്. കൃഷ്ണ ഗോദാവരി ഡെൽറ്റ. ആദ്യമായിട്ട് ഒളിമ്പിക് നാളം ഏത് വർഷമാണ് തെളിയിച്ചത്? ആദ്യമായിട്ട് ഒളിമ്പിക് നാളം തെളിയിച്ച വർഷം 1928 എവിടെ വെച്ചാണ്? ആംസ്റ്റർഡാമിലാണ്. 1928 ആംസ്റ്റർഡാമിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക് നാളം തെളിയിച്ചത്. 1 കിലോ സ്വർണം എന്ന് പറയുന്നത് എത്ര പവനാണ്? 1 കിലോ സ്വർണം എന്ന് പറയുന്നത് 125 പവൻ. 125. അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി പുറത്തു വരുന്ന ലാവ തണുത്തുണ്ടാകുന്ന ശിലകൾ. അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായിട്ട് പുറത്തു വരുന്ന ലാവ തണുത്തുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ആഗ്നേയ ശിലകൾ. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത് ഏതാണ്? കഥകളിയാണ്. കഥകളി.
കേരള ഗാനമായി അംഗീകരിച്ച ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി. ഈ ഗാനം രചിച്ചത് ആരാണ്? ബോധേശ്വരനാണ്. ബോധേശ്വരൻ. ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എത്രയായിരുന്നു? ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എത്രയായിരുന്നു? 11. ഇന്ത്യയിൽ അറ്റോമിക് എനർജി കമ്മീഷൻ രൂപവത്കൃതമായ വർഷം. അറ്റോമിക് എനർജി കമ്മീഷൻ ഏത് വർഷമാണ്? 1948 അറ്റോമിക് എനർജി കമ്മീഷൻ രൂപവത്കൃതമായത്. 1948. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന സാഗർ ശ്രീശൈലം സാങ്ച്വറിയാണ്. നാഗാർജുന സാഗർ ശ്രീശൈലം സാങ്ച്വറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWP കണക്കാക്കുന്നത് ഏത് വാതകത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കണക്കാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അടിസ്ഥാനത്തിലാണ്. കാർബൺ ഡൈ ഓക്സൈഡ്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം ഏത്? നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം സ്വീഡനാണ്. നാറ്റോയിൽ അംഗമായ എത്രാമത്തെ രാജ്യമാണ് സ്വീഡൻ എന്ന് ചോദിച്ചാൽ 32ാമത്തെ രാജ്യമാണ്. കൊല്ലവർഷം തുടങ്ങിയത്? കൊല്ലവർഷം AD 825. AD 825. ഒരു ഗ്രോസ് എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? ഒരു ഗ്രോസ് 144 എണ്ണമാണ്. 144. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതി തെർമോലൂമിനസെന്റ് ആണ്. തെർമോലൂമിനസെന്റ്. കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. കോട്ടയം. സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല. സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ല. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം മംഗളവനം പക്ഷി സങ്കേതമാണ്. മംഗളവനം പക്ഷി സങ്കേതമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. കോന്നി. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. പെഡോളജി. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര്. ഒരേ സമയം ആസിഡിന്റെയും ക്ഷാരത്തിന്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര് ആംഫോടെറിക്. ആംഫോടെറിക്. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം. മനുഷ്യൻ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെക്മാർക്ക്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി. റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിലാണ്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. മാനവരാശിയുടെ ഭവനം ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്. കടുക്ക, താനിക്ക, നെല്ലിക്ക ഇത് മൂന്നിലും കൂടിയുള്ള പേര്. കടുക്ക, താനിക്ക, നെല്ലിക്ക ഇത് മൂന്നിലും കൂടിയുള്ള പേരാണ് ത്രിഫല. ത്രിഫല. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ ചരമദിനം ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ ചരമദിനം മഹാപരിനിർവാണ ദിവസ്. മഹാപരിനിർവാണ ദിവസ്. ബ്രിട്ടീഷുകാർ പിഗ് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏത്? ബ്രിട്ടീഷുകാർ പിഗ് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി എവറസ്റ്റ് കൊടുമുടിയാണ്. എവറസ്റ്റ്. ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര്. ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ഹൗസ് ഓഫ് പീപ്പിൾ. ഹൗസ് ഓഫ് പീപ്പിൾ.
കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില, കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കായാന്തരിത ശിലയാണ്. കായാന്തരിത ശില. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത്, വിഡ്ഢികളുടെ സ്വർണം, അയേൺ പൈറൈറ്റ്സ്. അയേൺ പൈറൈറ്റ്സ്. ഹൈപ്പർമെട്രോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന ന്യൂനതയാണ്? ഹൈപ്പർമെട്രോപ്പിയ കണ്ണിനെ ബാധിക്കുന്നതാണ്. കണ്ണിനെ ബാധിക്കുന്നതാണ് ഹൈപ്പർമെട്രോപ്പിയ. മനുഷ്യന്റെ ദഹനേന്ദ്രിയ പദത്തിന്റെ നീളം എത്രയാണ്? മനുഷ്യന്റെ ദഹനേന്ദ്രിയ പദത്തിന്റെ നീളം 30 അടിയാണ്. മനുഷ്യന്റെ ദഹനേന്ദ്രിയ പദത്തിന്റെ നീളം എന്ന് പറയുന്നത് 30 അടി. ആന്ധ്ര കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ്? ആന്ധ്ര കേസരി ടി പ്രകാശമാണ്. ടി പ്രകാശം. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏത്? മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് 1 ടൺ ഡാഷിന് തുല്യമാണ്. ഒരു കാർബൺ ക്രെഡിറ്റ് എന്നത് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡിന് തുല്യമാണ്. 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ്. ബാരിസ് എന്നറിയപ്പെടുന്ന നദി? ബാരിസ് പമ്പ നദിയാണ്. പമ്പ നദി. ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ല് നിയമമാകുന്നത്? ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ല് നിയമമാകുന്നത്? പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതിലൂടെയാണ്. പ്രസിഡന്റ്. കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 19 ജൂൺ 19. ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കുവാനെടുക്കുന്ന സമയം? ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കുവാനെടുക്കുന്നത് 20 സെക്കൻഡാണ്. 20 സെക്കൻഡ്. കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിന്റെ പേര്? കേരള സർക്കാർ ആരംഭിച്ച മറൈൻ ആംബുലൻസിന്റെ പേര് പ്രതീക്ഷ. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി? സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി വികിരണമാണ്. വികിരണം. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണ്? ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലികാവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ദി പോസ്റ്റ് ഓഫീസ് രചിച്ചത്? ദി പോസ്റ്റ് ഓഫീസ് രചിച്ചത് ടാഗോർ ആണ്. ദി പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ടാഗോർ. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം. 1 ന്യൂട്ടൺ എത്ര ഡൈൻ ആണ്? 1 ന്യൂട്ടൺ എന്നത് എത്ര ഡൈൻ ആണ്? 10⁵ ഡൈൻ. 10⁵ ഡൈൻ ആണ് 1 ന്യൂട്ടൺ എന്നത്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി? ഏറ്റവും വലിയ നദി കിഴക്കോട്ടൊഴുകുന്നതിൽ കബനി നദിയാണ്. കബനി നദി. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയർ ആണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയർ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം താരാപൂർ ആണവ നിലയമാണ്. താരാപൂർ ആണവ നിലയം മഹാരാഷ്ട്ര. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. 3:2. ബക്കി ബോൾസ് എന്ന് വിളിപ്പേരുള്ള കാർബണിന്റെ 60 ആറ്റങ്ങൾ അടങ്ങിയ അലോട്രോപ്പ് ഏതാണ്? ബക്കി ബോൾസ് എന്ന് വിളിപ്പേരുള്ള കാർബണിന്റെ 60 ആറ്റങ്ങൾ അടങ്ങിയ അലോട്രോപ്പാണ് ഫുള്ളറി. വൈദ്യുതിയുടെ മികച്ച ചാലകമായ കാർബണിന്റെ അലോട്രോപ്പ് ഏത്? വൈദ്യുതിയുടെ മികച്ച ചാലകമായ കാർബണിന്റെ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ വകഭേദം ഏതാണ്? ആന്ത്രസൈറ്റ് ആണ്. ആന്ത്രസൈറ്റ്. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? മണി ബിൽ ആർട്ടിക്കിൾ 110 ആണ്. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 110. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി? വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചത് 61 ഭേദഗതി പ്രകാരമാണ്. 61 ഭേദഗതി. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 35 വയസ്സാണ്. 35 വയസ്സ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.